ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും ആടിയുലയാത്ത CPIM-ന്റെ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. കൃപേഷിനെയും ശരത് ലാലിനെയും പോലുള്ള കോൺഗ്രസിന് വേണ്ടി എല്ലാ തരത്തിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ, ഷുഹൈബ് അടക്കമുള്ള ധീര പ്രവർത്തകരെ, യുവാക്കളെ വെട്ടിനുറുക്കുന്ന CPIM-ന്റെ കാടന്മാരോട് പ്രതികാരം തീർക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലൂടെയാണെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് KPCCയുടെ അധ്യക്ഷനായ K. സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങൾ ഇത്തവണ ഞങ്ങൾ പിഴുതെറിയുമെന്ന വമ്പൻ പ്രഖ്യാപനമാണ് K. സുധാകരൻ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുധാകരൻ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ലീഡ് നേടിയെടുത്തു. പിണറായി വിജയന്റെ ധർമ്മടത്തും KK ശൈലജയുടെ മട്ടന്നൂരിലും അടക്കം K. സുധാകരൻ എല്ലാ സ്ഥലങ്ങളിലും ലീഡ് നേടിയെടുത്തു. MV ഗോവിന്ദ മാസ്റ്റർ 22,000 വോട്ടുകൾക്ക് ജയിച്ച തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ പോലും K. സുധാകരൻ 10,000-ഓളം വോട്ടുകൾക്ക് ഒന്നാമതെത്തി. MV ജയരാജനെ 1,10,000 വോട്ടുകൾക്കാണ് K. സുധാകരൻ തറപറ്റിച്ചത്. അതോടുകൂടിയാണ് CPIM-ന് ഒരു കാര്യം മനസ്സിലായത്: ഒരു കോട്ടയും സേഫ് അല്ല. പാർട്ടി ഗ്രാമങ്ങൾ ഓരോന്നായി ഒലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരും കാസർഗോഡുമൊക്കെ പണ്ട് ഇടത് കോട്ടയായിരുന്നെങ്കിൽ അതൊന്നും ഇപ്പോൾ ഇടത് കോട്ട പോയിട്ട് ഒന്നുമല്ല എന്ന അവസ്ഥയിലാണ്. കനൽ ഒരു തരിമതി എന്ന് പറയുന്നിടത്ത് കനലൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ല എന്ന് പറയുന്നതായിരിക്കും അന്വർത്ഥമാകുന്നത്. CPIM-ന്റെ സംസ്ഥാന സമ്മേളനം അലങ്കോലപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എല്ലാ തരത്തിലും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ നെറുകേടുമാണ് നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് വേണ്ടി മുന്തിയ അഭിഭാഷകരെ വരുത്താനും അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്താനും പണപ്പിരിവ് നടത്തുന്ന CPIM-ന്റെ ഈ വൃത്തികെട്ട നയങ്ങളെ പൊളിച്ചടുക്കുക എന്ന തീരുമാനവുമായാണ് UDF ഐക്യത്തോടെ രംഗത്തിറങ്ങുന്നത്. ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തും. ജനങ്ങളെ ശക്തമായി ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാക്കും. അതിനുവേണ്ടിയുള്ള ഒരു തിരുത്തൽ ശക്തിയായി കോൺഗ്രസ് നിലനിൽക്കണം എന്നുള്ള ആവേശത്തിലാണ് ഇപ്പോൾ UDF ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. K. സുധാകരൻ ഉറപ്പിച്ചു പറയുന്നു, ഏറെക്കാലം ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കണ്ണൂരിൽ CPIM തകർന്നടിയുന്നതോടെ ഈ പ്രസ്ഥാനം ബംഗാൾ പോലെയാകും. ബംഗാളിൽ CPIM-ന് ഒരു പോസ്റ്റ് ഒട്ടിക്കാൻ പോലും കഴിയുന്നില്ല. തൃണമൂലുകാരുടെ എല്ലാ തരത്തിലുള്ള ചെറുത്തുനിൽപ്പും വലിയ വിജയത്തിലേക്ക് അവിടെ എത്തിയതുപോലെ തന്നെയാണ് ഇവിടെയും. കോൺഗ്രസ് ഒന്ന് ഉത്സാഹിച്ചാൽ CPIM-ന് ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസ് പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് K. സുധാകരൻ. വലിയ ധീരതയോടെയുള്ള പോരാട്ടമാണ് ഇപ്പോൾ CPIM-നെതിരെ ജനങ്ങളെ അണിനിരത്തി അദ്ദേഹം നടത്തുന്നത്.